ഹായ് ഡിയേഴ്സ്, താലൂക്ക് തല മത്സരത്തിൽ വിജയിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇനി നിങ്ങൾ ജില്ലാതല മത്സരത്തിലേക്കാണ് പോകുന്നത്. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്കിനി 3 പുസ്തകങ്ങളാണ് ഉള്ളത്. 1 ഡിക്റ്റേറ്റീവ് ആദിയ, 2 ആൾക്കുരങ്ങിനെ ആളാക്കിയവൻ, 3 ഒന്നാമനാകാം. ഈ 3 പുസ്തകങ്ങൾക്ക് പുറമെ ആദ്യം നിങ്ങൾ പഠിച്ച എല്ലാ പുസ്തകങ്ങളും ചേർത്തായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. കൂടുതലും ഈ 3 പുസ്തകങ്ങളിൽ നിന്നായിരിക്കും. GKയും ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. ടീച്ചർ ആൻസർ പറയുന്നതായിരിക്കും. നമുക്ക് ഒന്നാമനാകാം എന്ന പുസ്തകം പഠിക്കാം. ഒന്നാമനാകാം എന്ന പുസ്തകം രചിച്ചത് മനുകുമാർ ആലിയാടാണ്. ഇദ്ദേഹം ബേബി അമ്മയുടെയും വിക്രമൻ പിള്ളയുടെയും മകനായി തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിനടുത്തുള്ള ആലിയാട് എന്ന ഗ്രാമത്തിൽ ജനിച്ചു. അദ്ദേഹം പഠിച്ച സ്കൂളുകൾ ഏതാണെന്ന് നോക്കാം. ഗവൺമെൻറ് UPS പാറയ്ക്കൽ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെഞ്ഞാറമൂട്, കല്ലറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതെല്ലാമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. ഇനി ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചെന്ന് നമുക്ക് നോക്കാം. കേരള യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ആൻഡ് യൂത്ത് ഡെവലപ്മെൻറ്റ്, അണ്ണാമലൈ യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ യെയിൽ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നായി കൊമേഴ്സും സോഷ്യോളജി, സൈക്കോളജി, വിദ്യാഭ്യാസം, സോഷ്യൽ വർക്ക്, യൂത്ത് ഡെവലപ്മെൻറ്റ് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. തൊഴിലധിഷ്ഠിത ഹയർ സെക്കൻഡറി വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോജക്റ്റ് ഓഫീസറായി പ്രവർത്തിക്കുകയും കേരളത്തിലെ 1200-ൽ അധികം വരുന്ന വീടുകളിൽ ലൈബ്രറി സജ്ജമാക്കുന്ന 1000 അഗ്നിച്ചിറകുകൾ എന്ന APJ അബ്ദുൽ കലാം സ്മാരക ഹോം ലൈബ്രറി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. തൊഴിലധിഷ്ഠിത ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന് ഇന്ദിരാഗാന്ധി നാഷണൽ അവാർഡ് ലഭിക്കുകയും ഡൽഹിയിൽ രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കുവാനും അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പ്രണബ് മുഖർജിയുമായി വേദി പങ്കിടുന്നതിനും 2015 റിപ്പബ്ലിക് ഡേ പരേഡിന് സാക്ഷ്യം വഹിക്കുവാനും കഴിഞ്ഞു. പരിശീലന രംഗത്തെ മികവിന് യൂത്ത് ട്രെയിനർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആകാശവാണിയിൽ ഗണിതം മധുരം എന്ന തുടർ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. കണക്കിൻ്റെ കാതൽ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ഗണിത പുസ്തകമാണിത്. വിസ്മയച്ചിറകുമായി പ്രചോദനാത്മകമായ ലേഖനങ്ങളാണ് എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ബേക്കൽ ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകനാണ്. സംസ്ഥാന പാഠക പുസ്തകരചനാ സമിതി അംഗവുമാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീലക്ഷ്മി, മക്കൾ അഭീഷ്മ, അഭിമയ. ഇതിൻ്റെ പ്രസാധക കുറിപ്പ് എഴുതിയത് AM റൈസാണ്. അതായത് വെഞ്ഞാറ ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയത്. അതിൻ്റെ ചെയർമാനാണ് AM റൈസ്. അദ്ദേഹം ഇപ്രകാരം പ്രസാധക കുറിപ്പിൽ പറയുന്നു: അധ്യാപകനും പരിശീലകനുമായ മനുകുമാർ ആലിയാടിൻ്റെ ഒന്നാമനാകാം എന്ന പുസ്തകം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷകർത്താക്കളെയും പൊതുസമൂഹത്തെയും പ്രചോദിപ്പിക്കാനുതകുന്നതാണെന്നതിൽ സംശയമില്ല. ഒന്നാമനാകാൻ ഒരാൾ നിശ്ചയിച്ചുറപ്പിച്ചിറങ്ങിത്തിരിച്ചാൽ അയാൾക്കൊന്നാമനാകാൻ ഉറപ്പായും കഴിയും. ഈ സന്ദേശം പങ്കുവയ്ക്കുന്ന ഒന്നാമനാകാം എന്ന പുസ്തകത്തിൻ്റെ 2ാം പതിപ്പാണ് ഇത്. ഇതിൻ്റെ ആമുഖക്കുറിപ്പ് മനുകുമാർ ആലിയാട് കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒന്നാമനാകാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. ആരാണ് ഒന്നാമനാകുന്നത്? ഒരേ ഒരു കാര്യം ചെയ്യാൻ ഒരുപാട് പേർ ഉള്ളപ്പോഴാണ് ഒരാൾ ഒന്നാമനാകുന്നത്. അതായത് മത്സരിക്കാൻ കൂടെ ആളുകൾ ഇല്ലെങ്കിൽ ഒരാൾക്കും ഒന്നാമനാകാൻ കഴിയില്ല. അതായത് ഓരോ പ്രവൃത്തിയിലും വിജയിക്കുന്നവരോടൊപ്പം പങ്കിടുന്നവർക്കും വളരെ പ്രാധാന്യമുണ്ടെന്ന അർത്ഥം. അതായത് നമുക്ക് നോക്കാം, ഒരു മത്സര പരീക്ഷ നടക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ UP തലമായ മത്സരം തന്നെ എടുക്കാം. നിങ്ങൾ ഗ്രന്ഥശാല തലത്തിൽ ഒത്തിരി പേരുണ്ടായിരുന്നു അല്ലേ നിങ്ങളോടൊപ്പം. അതിൽ നിന്ന് ഏതാനും പേരാണ് വിജയിച്ചത്. ഏതാനും പേരെന്ന് പറഞ്ഞാൽ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം.
അങ്ങനെ 3 പേരെയാണ് ഗ്രന്ഥശാല തലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഓരോ ഗ്രന്ഥശാലകൾ ഇങ്ങനെ 3 പേരെ തിരഞ്ഞെടുത്തു. നിങ്ങളെല്ലാവരും കൂടിയാണ് ഇപ്പോൾ താലൂക്ക് തല മത്സരത്തിൽ പോയത്. അവിടെ നിന്ന് 10 പേരെയാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഒത്തിരി പേരുണ്ടായിരിക്കുമ്പോഴാണ് നമുക്ക് അതിൽ ഒന്നാമനാകാൻ കഴിയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കും അതിൽ പങ്കാളിത്തമുണ്ട്, വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഒന്നാമനാകുക എന്നത് പങ്കെടുക്കലിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും പരിണിത ഫലമാണ്. ഒന്നാമനാകാനുള്ള മനമൊരുക്കലിൻ്റെ മനഃശാസ്ത്രമാണിത്. എൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എന്തിന് പ്രകൃതി പോലും എനിക്ക് പുസ്തകം എഴുതാൻ പ്രസിദ്ധീകരിക്കാൻ വലിയ പിൻബലം നൽകി എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരെയും തോൽപ്പിച്ച് ഒന്നാമനാകുന്നതിനേക്കാൾ എത്ര മനോഹരമാണ് ചില സാഹചര്യങ്ങളിലെങ്കിലും എല്ലാവരും ഒന്നിച്ച് ഒന്നായി ഒന്നാമനാകുന്നത്. വ്യത്യസ്ത കാര്യങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിൽ ഒന്നാമനാകുക എന്നതും വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരാളെയെങ്കിലും മുന്നിലെത്തിക്കാൻ, ഒന്നാമനാകാൻ ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോൾ ഒരാളിനെങ്കിലും അങ്ങനെ തോന്നിയാൽ, ഇതിനു പിന്നിലെ ശക്തിയായി ഈ പുസ്തകത്തിലെ അക്ഷരങ്ങൾക്ക് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷിക്കാൻ ഇനി എന്തു വേണം എന്ന് സ്നേഹത്തോടെ മനുകുമാർ ആലിയാട് നിങ്ങളോട് ആമുഖത്തിൽ പറയുന്നു. പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യകാരനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ് ഇതിൻ്റെ അവതാരിക എഴുതിയത്. നമുക്ക് അവതാരിക ഒന്ന് നോക്കാം. വായിച്ചു തീർക്കുന്ന പുസ്തകങ്ങൾ നാം എവിടെയാണ് വയ്ക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവതാരിക ആരംഭിക്കുന്നത്. നമുക്കറിയാമല്ലേ, വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ വയ്ക്കും? ഷെൽഫിൽ. പക്ഷേ മനുകുമാർ ആലിയാട് എഴുതിയ ഒന്നാമനാകാം എന്ന ഗ്രന്ഥം ഞാൻ ഷെൽഫിലല്ല വെച്ചത്, എൻ്റെ മനസ്സിലാണ് പ്രതിഷ്ഠിക്കുന്നത്. കാരണം എന്തെന്നോ, നിത്യം മറിച്ചു നോക്കാൻ അല്ലെങ്കിൽ ആ താളുകളിലൂടെ സഞ്ചരിച്ച് അറിവുകളെ നവീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ അത്യന്തം പ്രയോജനപ്രദമായ ഒരു അസാധാരണ പുസ്തകമാണ് ഒന്നാമനാകാം എന്ന പുസ്തകം മനുകുമാർ ആലിയാട് എഴുതിയത്. ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിനുള്ള പ്രായോഗിക പദ്ധതികൾ, മാർഗനിർദ്ദേശങ്ങൾ പ്രയോജനപ്രദമായ പുസ്തകമാണ് ഇത്. ഏത് കാര്യവും നന്നായി തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ അവസാനം ശുഭകരമാകും എന്നും ഇതിലൂടെ മനുകുമാർ പറയുന്നു. നല്ല തയ്യാറെടുപ്പോടുകൂടി മനസ്സർപ്പിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ആരംഭിക്കുന്നു എങ്കിൽ അത് ശുഭമായി തന്നെ, ഒന്നാമതായി തന്നെ നമുക്കതിലൂടെ വിജയിക്കുവാൻ സാധിക്കും. ഒന്നാമനാകണമെങ്കിൽ നന്നായി തുടങ്ങണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ഏത് പ്രവൃത്തി ആരംഭിക്കുമ്പോഴും അത് മനസ്സ് അർപ്പിച്ച് ചെയ്യുക, അതിൽ ഹൃദയം കേന്ദ്രീകരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയല്ല വേണ്ടത്, നമുക്ക് വേണ്ടി, നമ്മുടെ വിജയത്തിന് വേണ്ടിയാണെങ്കിൽ അത് വിജയകരമായി തന്നെ അവസാനിക്കും. നമുക്ക് ആത്മവിശ്വാസം എപ്പോഴും ആവശ്യമാണ്. ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ, ഏതു നിലയിലാണെങ്കിലും ആത്മബോധത്തോടെ ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എന്നാലോ പാതി മനസ്സോടെയാണ് നാം ഒരു ജോലി ആരംഭിക്കുന്നതെങ്കിൽ ആ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ തന്നെ മുടങ്ങിപ്പോകും. ആത്മസമർപ്പണം തീർച്ചയായും ഏത് കാര്യത്തിൻ്റെയും വിജയത്തിന് അത്യാവശ്യമാണ്. സന്തോഷത്തിൻ്റെ പൂട്ട് നിങ്ങളുടെ കയ്യിലാണ്, അതിനോടൊപ്പം തന്നെയാണ് താക്കോലും. മനുകുമാറിൻ്റെ വാക്കുകളാണിത്. സന്തോഷം നമുക്ക് സ്വന്തമാക്കാം, അത് നമ്മളിൽ തന്നെയുണ്ട്. അത് എപ്പോഴാണ് തുറന്ന് ആസ്വദിക്കേണ്ടത് എന്ന് നാം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നാം ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് വളരെ ഉല്ലാസപ്രദമാക്കാം. നാം ചെയ്യുന്ന പ്രവൃത്തികൾ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അത് ആനന്ദകരമായി തീരും, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയായിത്തീരും. പ്രവൃത്തികളെ എങ്ങനെയാണ് അദ്ദേഹം വേർതിരിക്കുന്നത് എന്ന് വളരെ സവിശേഷത നിറഞ്ഞതാണ്. സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഗ്രന്ഥകാരൻ വളരെ ഉത്സാഹത്തോടെ കൃത്യമായി അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നു. നമ്മുടെ കർമ്മക്ഷേത്രത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന, ഉപയോഗിക്കാവുന്ന നല്ല വഴികാട്ടിയാണ് ഈ പുസ്തകം എന്നുള്ളതാണ് ആദ്യമായി പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്. ഏതൊരു പ്രവർത്തനത്തിനും തയ്യാറെടുക്കുമ്പോൾ ശാന്തമായ മനസ്സോടുകൂടി അത് ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെയാണ് മനസ്സിനെ ശാന്തമാക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് മനുകുമാറിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. മാനസികമായി, ശാരീരികമായി ഒക്കെ ചെയ്യുന്ന ചില എക്സസൈസുകൾ ഉണ്ട്.
മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച് അല്ലെങ്കിൽ ബോഡി എക്സസൈസിനെക്കുറിച്ച് അദ്ദേഹം വളരെ സൂക്ഷ്മമായി വിശദീകരിക്കുന്നു. പിന്നെ ബൗദ്ധികമായ കാര്യങ്ങൾ എല്ലാവരും ബുദ്ധിമാന്മാരാണ്, അതിൽ സംശയമില്ല. പക്ഷേ ആ ബുദ്ധി തെളിഞ്ഞു വരണം എങ്കിൽ വൈകാരികമായി ബുദ്ധി ആവശ്യമാണ്. പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ വൈകാരിക ബുദ്ധി ശരിയായ സമയത്ത് ഉപയോഗിക്കാത്തതിനാലാണ്. ഇതിൽ വിവരിക്കുന്ന സാധാരണ കാര്യങ്ങളാണ് എന്ന് തോന്നാമെങ്കിലും ഇവയിൽ പലതും സാധാരണമായ കാര്യങ്ങൾ അല്ല. അസാധാരണമായ കാര്യങ്ങളെ വളരെ സാധാരണമായി വളരെ ലളിതമായി ഇവിടെ അവതരിപ്പിക്കുവാൻ കഴിയുന്നു. അത് രചനയുടെ ഒരു സവിശേഷതയാണ്. ഹൃദയംഗമമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവാണ് അധ്യാപകൻ കൂടിയായ മനുകുമാറിനുള്ളത്. ജീവിതത്തിൽ എല്ലാവരും ഒന്നാമനാകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോ ജോലിയും നമ്മെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. പരാജയപ്പെടാൻ ആർക്കും ഇഷ്ടമല്ല. അർഹതപ്പെട്ടതെന്തോ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുക എന്നുള്ളതാണ് മനസ്സിന് സന്തോഷം നൽകുന്ന ജീവിത വിജയം. ഈ കാര്യം അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഗ്രന്ഥകാരൻ. ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ഡിസയർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതായത് ആഗ്രഹമുണ്ടെങ്കിൽ, ഡിസയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കൂ. നമുക്ക് വ്യക്തമായ ലക്ഷ്യം ഉണ്ടാകണം. അത് സാധിക്കാനുള്ള കഠിനമായ യത്നം നടത്തണം. അസാധ്യമായ കാര്യങ്ങൾ എങ്ങനെ ഭംഗിയായി വളരെ സന്തോഷത്തോടെ മറ്റുള്ളവരുടെ ആദരം പിടിച്ചുപറ്റിക്കൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത് വായിച്ച് അലമാരിയിൽ സൂക്ഷിക്കേണ്ട ഒരു പുസ്തകമല്ല, മറിച്ച് ഇതിലെ ആശയങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതിന് ഞാൻ കൊടുക്കുന്ന പേര് മനസ്സിൽ സൂക്ഷിക്കേണ്ട പുസ്തകം എന്നതാണ്. നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ, സമ്പന്നമാക്കാൻ, സംസ്കാരപൂർണ്ണമാക്കാൻ സഹായിക്കും ഈ പുസ്തകം എന്നതിൽ യാതൊരു സംശയവുമില്ല. ജീവിത വിജയത്തിന് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥങ്ങൾ മനസ്സിൽ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഡോക്ടർ ജോർജ് ഓണക്കൂർ ഇപ്രകാരം പറയുന്നു. ഇതാ മനുകുമാർ ഒരു പുസ്തകം നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നു, നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പുസ്തകം. ഇതിന് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവതാരിക ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് ഈ പുസ്തകത്തിലേക്ക് പോകാം. അതിൽ നീന്തൽ മത്സരമാണ്. ഓസ്ട്രേലിയൻ നീന്തൽ താരമായ ഇയാൻ തോർപ്പ് എന്ന മാന്ത്രിക മനുഷ്യൻ, അതായത് ഇയാൻ തോർപ്പിനെ വിശേഷിപ്പിക്കുന്നത് നീന്തലിലെ മാന്ത്രികം എന്നാണ്. മാന്ത്രിക മനുഷ്യനാണ്. ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ട് കുറച്ചുകൂടി സമയം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാം സ്ഥാനക്കാരൻ ഫിനിഷ് ചെയ്യുന്നത്. അതായത് എന്ത് മത്സരം നടക്കുമ്പോഴും ഒരു ചെറിയ സെക്കൻഡിലൊക്കെ ആയിരിക്കും തൊട്ടടുത്ത ആൾ വന്ന് ഫിനിഷ് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് അതിൻ്റെ തൊട്ടടുത്തായിരിക്കും തേർഡൊക്കെ വരുന്നത്. അങ്ങനെ തൊട്ടടുത്തായിരിക്കും വരുന്നത്. ഇതങ്ങനെയല്ല. ഫസ്റ്റ് പോയി കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാം സ്ഥാനക്കാരൻ വന്നത്. അപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ടേഴ്സെല്ലാം, മാധ്യമക്കാരെല്ലാവരും അമ്പരന്ന് പോയി. എന്നിട്ട് അവർ ഓടി വന്നു ഇയാൻ തോർപ്പിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഇങ്ങനെ സ്വർണ്ണ മെഡൽ ജേതാവായ താങ്കൾ ഇത്രയും ഫ്രീ സ്റ്റൈലിൽ നീന്തി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാം സ്ഥാനക്കാരൻ എത്തുന്നത്, അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് മീഡിയക്കാർ ചോദിച്ചു. അതിന് വളരെ രസകരമായും എന്നാൽ ആഴത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതുമായ ആൻസറായിരുന്നു പറഞ്ഞത് ഇയാൻ തോർപ്പ്. എന്താണ്, രണ്ടാം സ്ഥാനത്തെത്തിയ ആളിനെ പോലും ബഹുദൂരം പിന്നിലാക്കാൻ താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാണ് മീഡിയക്കാരുടെ ചോദ്യം, അല്ലേ? അപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു? എൻ്റെ തുടക്കം നന്നായിരുന്നു. അതായിരുന്നു ആൻസർ. എന്തായിരുന്നു? എങ്ങനെയായിരുന്നു ഇങ്ങനെ നീന്തി ഫസ്റ്റ് വാങ്ങിച്ചിട്ട് തൊട്ടടുത്ത ആൾ ഉടനെ എത്തിയില്ല, കുറേ സമയങ്ങൾക്ക് ശേഷം. അപ്പോൾ എത്ര സ്പീഡിലായിരുന്നു ഇയാൻ തോർപ്പ് നീന്തി ഫസ്റ്റ് ആ ഫിനിഷിംഗ് പോയിന്റിലെത്തിയത് എന്നായിരുന്നു. അതായത് എൻ്റെ തുടക്കം നന്നായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തത്, നന്നായി ഫിനിഷ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി വളരെ പ്രസക്തമാണ്. ഇവിടെ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ആദ്യം വെള്ളത്തിലേക്ക് പറയാണ്, സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു അയാൾ എടുത്തു ചാടുന്നതിന് മുന്നേ. പിന്നെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഇതിൻ്റെ അത്യപൂർവമായ ഊർജത്തിൽ ആദ്യ സെക്കൻഡുകളിൽ തന്നെ മറ്റു മത്സരാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കാൻ കഴിഞ്ഞു. ആദ്യം ഓടി, ഇപ്പോൾ ഓട്ട മത്സരമാണെങ്കിലും ആദ്യം ഓടിയത് പതിയല്ല, വളരെ സ്പീഡിലായിരുന്നു.
അതുപോലെ നീന്തുന്നതിന് തൊട്ട് മുന്നേ ആകാശത്തോളം കുതിച്ച് ചാടി ഉയർന്നിട്ടാണ് എവിടെ വീഴുന്നത്? വെള്ളത്തിലേക്ക് ചാടുന്നത്, എടുത്തു ചാടിയത്. എന്നിട്ട് ഭയങ്കര സ്പീഡിലങ്ങ് ആ കിട്ടിയ ഒരു എനർജി, ഊർജം വെച്ചിട്ട് വളരെ സ്പീഡിലായിരുന്നു മറ്റു മത്സരാർത്ഥികളെ പിന്നിലാക്കിയത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് തുടക്കം നന്നായാൽ, അതായത് നമ്മുടെ ഫസ്റ്റ് ആ ഒരു തുടക്കം, ആരംഭം നന്നായാൽ എന്ത് നന്നായിരിക്കും? അതിൽ പിന്നെ വരുന്നതെല്ലാം, ആ ഫിനിഷിംഗ് പോയിൻ്റ് എല്ലാം വളരെ നന്നായിരിക്കും. അതാണ് നമ്മൾ കേട്ടിട്ടില്ല, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അതാണ് ദർ ഇസ് നോ സെക്കൻഡ് ചാൻസ് ടു ക്രിയേറ്റ് എ ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ. ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല അവിടെ. എന്തിനാണ്? ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ എടുക്കണം ആ ഇംപ്രഷൻ, അത് സെക്കൻഡ് ആകരുത്. ഒരു പ്രസംഗം നടത്തുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. നന്നായി നമ്മൾ പ്രസംഗിച്ച് തുടങ്ങുകയാണെങ്കിൽ സദസ്സിലുള്ളവരെല്ലാവരും അങ്ങനെ ഇരിക്കും. അതേസമയം ആരംഭിക്കുന്നത് വളരെ ബോറിങ്ങായിട്ട്, വളരെ ഒട്ടും കൊള്ളില്ലാതെ ആണെങ്കിൽ ആരും കാണില്ല, അല്ലേ? ഓഡിയൻസ് ഒന്നും കാണില്ല. നന്നായി തുടങ്ങുന്നതിന് ശരിയായ മുന്നൊരുക്കം ആവശ്യമാണ്. ഇതിന് വളരെ പ്ലാനിങ് ഉണ്ടായിരിക്കണം നന്നായിട്ട് നമുക്ക് തുടങ്ങണമെങ്കിൽ. തുടക്കം ഗംഭീരമാകണം, വളരെ നന്നായിരിക്കണം. അതിലിപ്പോൾ ചില പ്രാസംഗികരൊക്കെ വന്ന് പ്രസംഗിക്കുമ്പോൾ ഓഡിയൻസിനെ പിടിച്ചു നിർത്തുന്ന രീതിയിലാണ് ഓരോ പ്രസംഗവും, അല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന തുടക്കം നന്നായിരുന്നാൽ എന്തായിരിക്കും? ഗംഭീരമാകണം. തുടങ്ങുന്നത് മനസ്സിൽ കാണുകയും അത് പ്രാവർത്തികമാക്കുകയും വേണം. തുടങ്ങുന്നതിനോടൊപ്പം തുടരാനും പദ്ധതി വേണം. സർവ്വശക്തിയുമെടുത്ത് തുടക്കം കുറിക്കണം. ഇനി രണ്ടാമത്തെ ലെസൺ, നിങ്ങളിലെ നിങ്ങൾ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ലെസൺ ആരംഭിച്ചിരിക്കുന്നത്, ഇതിൽ പറയുന്നത്, ഈ പാഠഭാഗത്തിൽ പറയുന്നത്, ഒരു സിനിമ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞാണ് ആ തിയേറ്ററിലേക്ക് നിങ്ങളിൽ ആരെങ്കിലും പ്രവേശിക്കുന്നത്. ആ മെയിൻ എൻട്രൻസിലൂടെ അകത്തേക്ക് കടന്നത്. വാതിൽ തുറന്നു തരും, അല്ലേ? അവിടെ ഗേറ്റ് കീപ്പർ എന്ത് ചെയ്യും? വാതിൽ തുറന്ന് അകത്തേക്ക് നിങ്ങൾ കയറുന്ന ഉടനെ തന്നെ വാതിലടയാണ്. ഭയങ്കര ഇരുട്ടായിരിക്കും, അല്ലേ? എന്തുകൊണ്ടാണ്? സിനിമ തുടങ്ങിക്കഴിഞ്ഞു, നല്ല ഇരുട്ടായിരിക്കും. അപ്പോൾ സ്ഥലകാല ബോധം തെറ്റി നമ്മളവിടെ നിൽക്കുകയാണ്. തപ്പിത്തടഞ്ഞായിരിക്കും നമ്മൾ അങ്ങോട്ട് കയറുന്നത്. കുറച്ച് സെക്കൻഡ് സമയം കഴിഞ്ഞ് സ്ക്രീനിലെ രംഗങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇരുട്ടത്ത് സീറ്റ് അന്വേഷിച്ച് നടക്കാം. അവസാനം ഇരിക്കുന്നു, കൃത്യമായ സ്ഥലത്തെത്തി ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് സിനിമയിലേക്ക് ശ്രദ്ധ പൂർണ്ണമായി പതിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത്. ഈ സംഭവത്തിനിടയ്ക്ക് വളരെ കുറഞ്ഞ സമയത്തേക്ക് എങ്കിലും നമുക്ക് ചുറ്റുപാടുകളെക്കുറിച്ച് ശരിയായ ഒരു അവബോധം, അതായത് അവയർനെസ് ഒന്നുമില്ല. നമ്മളെന്താണ് ശരിക്കും അങ്ങനെ എന്തോ സ്ക്രീനിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ചുറ്റുപാടുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇരുട്ടുള്ള മുറിയിലും സ്വന്തം ശരീരത്തെക്കുറിച്ച് അവബോധം ഉണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടായിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇരുട്ടിൽ നമ്മൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നു, അല്ലേ? കഴിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കപ്പലണ്ടിയോ എന്തെങ്കിലും നമ്മളിപ്പോൾ കഴിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് വായിലേക്ക് തന്നെ നമ്മൾ വെക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഭക്ഷണമൊന്നും കൃത്യമായിട്ട് വായിലേക്ക് തന്നെ പോകുന്നുണ്ട്. എന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ മാത്രം തിരിച്ചറിയുന്നു. എന്നാൽ തിരിച്ചറിയേണ്ടത് 3 ഘടകങ്ങളെയാണ്. നമ്മളെങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? നമ്മളെ നമ്മൾ മനസ്സിലാക്കുന്നത് 3 ഘടകങ്ങളിലൂടെയാണ്. 1 ശരീരം, 2 ചുറ്റുപാട്, 3 ചിന്തകൾ. ഇത് 3 ഉണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഇവിടെ ശരീരത്തെക്കുറിച്ച് ഭൂരിഭാഗം മനുഷ്യരും ബോധവാന്മാരാണ്, അല്ലേ? പക്ഷേ അവൻ്റെ ചുറ്റുപാടിനെക്കുറിച്ച് പലരും ചിന്തിക്കുന്നില്ല. ചിന്തകളെക്കുറിച്ച് മനുഷ്യർ പലപ്പോഴും ബോധവാന്മാരായിരിക്കില്ല. ചുറ്റുപാടിനെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും ഒന്നും ബോധവാനല്ല. അതിനൊരു എക്സാമ്പിളാണ്, നല്ല തിരക്കുള്ള ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യാണ്. തൊട്ടപ്പുറത്ത് നിന്ന് ഒരാൾ ഫോൺ ചെയ്യുന്നു, വളരെ ലൗഡായിട്ടാണ് സംസാരിക്കുന്നത്, ഉറക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് അതിലൂടെ തന്നെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്താണ്? അയാൾക്ക് സ്ഥലകാലബോധമില്ല. അവിടെ ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. ബസ്സിലാണ് താനിരിക്കുന്നതെന്നും യാത്രക്കാരുണ്ടെന്നും അവിടെ ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് ചുറ്റുപാടുകളെക്കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നതേ ഇല്ല. എന്നാൽ മനുഷ്യരിൽ അധികം പേരും കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് വിഷമിച്ച് നടക്കും. ഇനി കുറേ മനുഷ്യരുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നഷ്ടബോധം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ തന്നെ എടുക്കാം, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി,
ഇതിനേക്കാൾ കൂടുതൽ എടുക്കാമായിരുന്നു, ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ, അങ്ങനെയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയല്ല വേണ്ടത്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് പേടിച്ചിരിക്കുക. അതൊക്കെ വരും. നമ്മൾ ചെയ്യേണ്ടത് കൃത്യതയോടെ ചെയ്യുക. നമ്മളിപ്പോൾ എന്താ പ്രസൻറ്റ് ടെൻസിൽ, വർത്തമാനകാലത്തിൽ എന്താണ്, അവിടെ നമ്മളിൽ പലരും ജീവിക്കാൻ മറന്നു പോകുന്നു. അപ്പോൾ ലീവ് അറ്റ് ദ മൊമെൻ്റ് എന്ന് പറയും. ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കൂ, ഈ വർത്തമാനകാലത്തിൽ ജീവിക്കൂ എന്ന് പറയുന്നത് അതാണ്, അല്ലേ? അപ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ആയുസ്സിനെ വെറുതെ നശിപ്പിക്കുന്നത് തെറ്റാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശരീരത്തെയും ചുറ്റുപാടിനെയും ചിന്തകളെയും ശരിയായ അവബോധത്തിൽ നമ്മൾ കൈകാര്യം ചെയ്താൽ നിങ്ങളെ നിങ്ങൾക്ക് തീർച്ചയായും കണ്ടെത്താൻ സാധിക്കും. അതിന് വേണ്ടത് എന്തൊക്കെയാണ്? ശരീരവും ആരോഗ്യവും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുവായ ആധുനിക മനുഷ്യൻ അവൻ്റെ മനസ്സിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ പലരും, ഇപ്പോഴുള്ള ആളുകളെല്ലാവരും ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ആരോഗ്യത്തെക്കുറിച്ച് സംരക്ഷിക്കുന്ന ആരോഗ്യം. അതൊക്കെ ശരി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ മെയിൻ പാർട്ടും മനസ്സിൻ്റെ സംരക്ഷണം വേണം. ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും അനാവശ്യ ചിന്തയിലേക്ക് വഴുതി വീഴുന്നതും ആത്യന്തികമായി വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. സെൽഫ് അവയർനെസ് നമുക്ക് വേണം. എന്താ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആര്, സ്വ അവബോധം എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ അത് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അങ്ങനെ സെൽഫ് അവയർനെസ് ഉള്ള ഒരാളിന് കാര്യക്ഷമവും ക്രിയാത്മകവുമായി പ്രവർത്തിക്കാൻ കഴിയും, നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. ശാന്തമായ മനസ്സോടെ, കാമൻ ക്വയറ്റായിട്ട് എല്ലാം കൃത്യതയോടെ ചെയ്തു തീർക്കാൻ സാധിക്കും. സ്ഥലകാലബോധത്തോടെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിന് അവനവനെ തന്നെ തിരിച്ചറിയണം. നിങ്ങളെ കണ്ടെത്തുക, കഴിവുകളെ പരിപോഷിപ്പിച്ച്, അതായത് നമുക്ക് എന്ത് കഴിവുണ്ട്, എന്ത് കഴിവാണ് നമുക്ക് കുറവ്, ആ കുറവുള്ളതിനെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. സന്തോഷത്തിൻ്റെ വഴികൾ എന്നതിനെക്കുറിച്ചാണ് 3ാമത്തെ ലെസണിൽ പറയുന്നത്. എന്താണ് സന്തോഷം? കേട്ടിട്ടില്ലേ? മുമ്പൊക്കെ സന്തോഷമുണ്ടായിരുന്നു, ഇപ്പോൾ സന്തോഷമൊന്നുമില്ല, അതൊക്കെ പോയി, ഇങ്ങനെയൊക്കെ നമ്മൾ പലരും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? ആർക്കാണ് സന്തോഷമുള്ളത്? ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആർക്കും അങ്ങനെ സ്ഥിരമായ സന്തോഷമോ സ്ഥിരമായ ദുഃഖമോ ആർക്കും ഇല്ല. ഇങ്ങനെയൊക്കെ നിരന്തരം പരാതി പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ആർക്കും സന്തോഷം അങ്ങനെ സ്ഥിരമായി ഇല്ല. ഉയർന്ന സമ്പത്തുള്ളവർ ആരോഗ്യം നശിച്ചതിനെക്കുറിച്ചായിരിക്കും വിഷമിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരോ അവർക്ക് അതിനനുസരിച്ച് ജോലി കിട്ടിയില്ല എന്നുള്ള ദുഃഖം, അപ്പോൾ അവർക്കും സന്തോഷം ഇല്ല. വലിയ സമ്പത്തും പദവികളും ഉള്ളവർ പുത്രദുഃഖത്തിൽ വിഷമിച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം പണം, പദവികയോ ഉയർന്ന വിദ്യാഭ്യാസമോ യാതൊന്നും സന്തോഷത്തിന് അടിസ്ഥാനമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കലും ഇവിടെ ഒരു ചെറിയ കഥ ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കൂ. അതായത് ഇവിടെ മനുകുമാർ ആര്യാട് പറയുന്നത് ബുദ്ധഭഗവാന്റെ ഒരു ചെറിയൊരു കഥയാണ്. ഒരിക്കൽ ബുദ്ധഭഗവാനെ കാണാനായി ധനാഢ്യനായ, അതായത് വളരെ വലിയ ഒരു സമ്പത്തുള്ള ഒരു വ്യാപാരി വന്നു. അദ്ദേഹം ബുദ്ധഭഗവാനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് ധാരാളം പണമുണ്ട്, പരിചാരകരുണ്ട്, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിസ്ഥലങ്ങളുമുണ്ട്, 100 കുതിരകൾ. പക്ഷേ എനിക്ക് എപ്പോഴും ചിന്ത ഇതാണ്, ഈ സന്തോഷം എന്നും നിലനിൽക്കില്ല, എൻ്റെ ഈ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ പേടിയാണ് എനിക്ക്. ഇനി എനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല ഇത് ചിന്തിച്ചിട്ട്. സന്തോഷം ലഭിക്കാൻ ഞാൻ എന്ത് പ്രവൃത്തിയാണ് ഭഗവാനെ ചെയ്യേണ്ടത്? ബുദ്ധ ഭഗവാൻ കുറച്ചു നേരം നിശബ്ദനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ കഴുത്തിൽ കിടക്കുന്ന ആ രത്നമാല ഊരിത്തരൂ. ഭഗവാന്റെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ ആ വ്യാപാരി മാല ഊരി നൽകി. ബുദ്ധ ഭഗവാൻ ആ മാല വാങ്ങിയതിന് ശേഷം തൻ്റെ അടുത്തു നിന്നിരുന്ന ശിഷ്യൻ്റെ കയ്യിൽ അത് കൊടുത്തു. എന്നിട്ട് കണ്ണുകൾ കൊണ്ട് ഒരു ആംഗ്യം കാണിച്ചു. ആ ബുദ്ധ ശിഷ്യൻ മാലയുമായി ദൂരേക്ക് ഓടിപ്പോയി. ഇത് കണ്ടു നിന്ന വ്യാപാരി അന്തം വിട്ടുപോയി. ബുദ്ധശിഷ്യന്മാർ എല്ലാം രത്നമോഹികളായ കള്ളന്മാരാണോ? അയാൾ അറിയാതെ ചിന്തിച്ചുപോയി. പിന്നെ അയാൾ കൂടുതലൊന്നും ചിന്തിച്ചില്ല. ഒറ്റ ഓട്ടം ആ ശിഷ്യന് പുറകെ ഓടുകയായിരുന്നു തൻ്റെ രത്നമാലയ്ക്കായി. അമൂല്യമായ രത്നങ്ങളടങ്ങിയ തൻ്റെ മാലയുമായി ഓടിയ ആ യുവാവിൻ്റെ പുറകെ വലിയ ശരീരഭാരവുമായി ആ വ്യാപാരി ഓടി. ആരോഗ്യവാനായ ബുദ്ധശിഷ്യൻ്റെ കൂടെ എത്താൻ വ്യാപാരിക്ക് കഴിഞ്ഞില്ല. എന്നാലും അയാൾ ബുദ്ധശിഷ്യൻ്റെ പിറകെ ഓടിക്കൊണ്ടേയിരുന്നു. അരമണിക്കൂർ നീണ്ട ഓട്ടത്തിന് ശേഷം ബുദ്ധശിഷ്യൻ വീണ്ടും ബുദ്ധഭഗവാന്റെ അടുത്തെത്തി. എന്നിട്ട് ആ രത്നമാല ബുദ്ധഭഗവാന് കൈമാറി.
പിന്നെയും 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആ വ്യാപാരി ഓടിക്കിതച്ച് ബുദ്ധഭഗവാന്റെ അടുത്തെത്തുന്നത്. അദ്ദേഹം അടുത്തെത്തിയ ഉടനെ തന്നെ ബുദ്ധഭഗവാൻ എഴുന്നേറ്റ് ആ രത്നമാല വ്യാപാരിയുടെ നേർക്ക് നീട്ടി. സന്തോഷത്തോടെ അയാൾ അത് ഏറ്റുവാങ്ങി. അപ്പോൾ അയാളുടെ മുഖത്ത് അത്ഭുതവും അതിലേറെ നിറഞ്ഞ സന്തോഷവുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ബുദ്ധഭഗവാൻ ചോദിച്ചു. ഉണ്ട് ഭഗവാനെ, ഇത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയതല്ലേ? അപ്പോൾ അത് തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുക? ബുദ്ധഭഗവാൻ ചിരിച്ചുകൊണ്ട് പിന്നെയും പറഞ്ഞു, നിങ്ങൾ വന്നപ്പോൾ കൊണ്ടുവന്ന മാല മാത്രമേ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളൂ. നിങ്ങൾ വന്നപ്പോഴും ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. പുതിയതായി ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ല. എന്നിട്ടും താങ്കൾക്ക് ഇപ്പോൾ അതിയായ സന്തോഷമുണ്ട്. അതായത് സന്തോഷം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. സന്തോഷം ഓരോരുത്തരുടെയും കൂടെയാണ്. അത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലും നമ്മളതിനെ എങ്ങനെ ക്രിയാത്മകമായി നമ്മുടെ ചിന്തകൾ കൈകാര്യം ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ സന്തോഷം. ചില ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ സന്തോഷത്തിൻ്റെ അളവ് വർദ്ധിക്കും. ഈ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ കൃത്രിമമായി കുത്തിവയ്ക്കുവാൻ കഴിയില്ല. സ്വാഭാവികമായി അത് ഉൽപ്പാദിപ്പിക്കേണ്ടതാണ്. ഹാപ്പി ഹോർമോൺ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ഈ ഹാപ്പി ഹോർമോൺ എന്നും അവ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാമെന്നും മനസ്സിലാക്കാം. എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കുക. അതായത് ഒന്നാമത്തത് ഡോപ്പമിൻ എന്ന ഹോർമോണാണ്. ഡോപ്പമിൻ ഹോർമോൺ നമ്മുടെ ബ്രെയിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ ചില ടാസ്ക് പൂർത്തിയാക്കുമ്പോൾ ആണ് ഇവ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അതിരാവിലെ എണീക്കാനായിട്ട് തലേ ദിവസം അലാറം വെച്ച് കിടന്നു. അതിനനുസരിച്ച് കൃത്യസമയത്ത് നമ്മൾ ഉണർന്നു. ഇതൊരു ചെറിയ ടാസ്ക്കാണ്. എങ്കിലും നമ്മൾ ആ ഉണർന്നപ്പോൾ ആ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നതിൻ്റെ സന്തോഷം. അപ്പോൾ ചെറിയ രീതിയിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇനി ആ ഗോൾ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന അഭിനന്ദനങ്ങൾ, നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം പൂർത്തിയാക്കി, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങൾ, അപ്പോഴെന്താണ് നമുക്ക് കിട്ടുന്നത്? സന്തോഷത്തിൻ്റെ ഹോർമോൺ. അടുത്തത് രണ്ടാമത്തെ ഹോർമോൺ ഏതാണെന്ന് നോക്കാം. ഓക്സിറ്റോസിൻ. ഇതെല്ലാം ഹാപ്പി ഹോർമോൺസ് ആണ്. ഓക്സിറ്റോസിനെ ലവ് ഹോർമോൺ എന്നും വിളിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തിന് കാരണം ഓക്സിറ്റോസിൻ്റെ ഉത്തേജനമാണ്. ഉത്തേജനം എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേഷൻ. അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ആ ഒരു സന്തോഷം. നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, അതായത് നമ്മൾ പെറ്റ്സായിട്ട് വളർത്തുന്ന ക്യാറ്റ്, ഡോഗ്, ഇതിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, അപ്പോഴുണ്ടാകുന്ന ആ ഹോർമോണാണ് ഓക്സിറ്റോസിൻ. രണ്ടാമത് സെറോട്ടോണിൻ. മറ്റുള്ളവർക്കായി നമ്മൾ നന്മ ചെയ്യുക, സേവനങ്ങൾ ചെയ്യുക, അതുവഴി നമുക്ക് ലഭിക്കുന്ന സന്തോഷം. ഇതാണ് മറ്റുള്ളവർക്ക് വേണ്ടി നാം സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കുമ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ്. അതായത് ഉത്തേജിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് സെറോട്ടോണിൻ. അപ്പോൾ സെറോട്ടോണിൻ ഏത് ഹോർമോണാണ്? എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? എങ്ങനെയാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതാണ് സെറോട്ടോണിൻ ഹോർമോൺ. അടുത്ത ഹോർമോൺ എൻഡോർഫിൻ. സന്തോഷത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് നല്ല ആരോഗ്യമാണ്. ആരോഗ്യമുണ്ടാകാനും അവ നിലനിർത്താനും വ്യായാമം ചെയ്യാൻ നമ്മൾ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷ ഹോർമോണാണ് എൻഡോർഫിൻ. അതാണ് പറയുന്ന എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന്? നല്ല ഹെൽത്തി ആയിരിക്കും നമ്മളല്ലേ. ഹെൽത്ത് നമുക്കുണ്ടാകും, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. എന്തുകൊണ്ടാണ്? എൻഡോർഫിൻ എന്ന ഹോർമോൺ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സന്തോഷത്തിൻ്റെ പൂട്ട് ആരുടെ കയ്യിലാണ്? നിങ്ങളുടെ കയ്യിലാണ്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ താക്കോലും. അത് മറ്റുള്ളവരുടെ കയ്യിലല്ല ഇരിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലാണ്. കാരണം സന്തോഷം നിങ്ങളിൽ തന്നെയാണുള്ളത്. അതിൻ്റെ പൂട്ട് തുറന്ന് ആ സന്തോഷത്തിൻ്റെ താക്കോൽ കൊണ്ട് അതിൻ്റെ പൂട്ട് തുറന്ന് സന്തോഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ സന്തോഷവാനാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, മറ്റുള്ളവരല്ല. അടുത്ത ലെസൺ, ജോലിയെ ജോളിയാക്കാം.
നമ്മൾ കണ്ടിട്ടില്ലേ ഉറുമ്പുകൾ ഇങ്ങനെ വരി വരി വരിയായി കൂട്ടത്തോടെ പോകുന്നത്? കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കുന്നതിൽ നമുക്ക് ഉറുമ്പിനെ മാതൃകയാക്കാം. 10 മടങ്ങിലധികം, അതായത് ഉറുമ്പിൻ്റെ ശരീരത്തിൻ്റെ 10 മടങ്ങിലധികം ഭാരമുള്ള വസ്തുക്കളെ ഒറ്റയ്ക്ക് ഉയർത്താൻ കഴിവുള്ള ജീവി ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഉറുമ്പുകൾ. ഉറുമ്പിന് വഴി തെറ്റാതെ മുമ്പിൽ നടക്കുന്ന ഉറുമ്പിനെ പിന്തുടർന്നുകൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്നത് സംഘപ്രവർത്തനത്തിൻ്റെയും നേതൃത്വ ഗുണത്തിൻ്റെയും നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടാണ്. ഇനി നമുക്കൊരു ചെറിയൊരു കഥ നോക്കാം. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അദ്ദേഹം ബിസിനസ് ചെയ്യുകയായിരുന്നു. അസുഖം പിടിച്ചപ്പോൾ മക്കളെ ബിസിനസ് ഏൽപ്പിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ 2 മക്കൾക്ക് 2 സ്ഥാപനങ്ങൾ നൽകി. പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളുവാൻ അവരോട് പറഞ്ഞു. 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ്റെ ബിസിനസ് സ്ഥാപനം പൂട്ടിപ്പോകുന്ന അവസ്ഥയിലെത്തി. എന്നാൽ രണ്ടാമത്തെ മകൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് ഈ കാലയളവിൽ ഒരു പുതിയ ശാഖ കൂടി തുടങ്ങുവാനും കഴിഞ്ഞു. അതായത് പുതിയതൊരെണ്ണം, ഒരു ബ്രാഞ്ച് തുടങ്ങുവാനും രണ്ടാമത്തെ ആളിന് കഴിഞ്ഞു. ഒരു ദിവസം സ്നേഹത്തോടെ 2 മക്കളെയും അദ്ദേഹം വിളിച്ചിരുത്തി 2 പേരോടും ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. മൂത്ത മകൻ വളരെ ദേഷ്യത്തിലാണ് പറഞ്ഞത്, പിതാവേ, എൻ്റെ സ്ഥാപനത്തിൽ ജോലിക്കാർ എല്ലാം കള്ളന്മാരാണ്. ജോലിയിൽ അവർക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ല. എനിക്കവരെ വഴക്ക് പറയാനുള്ള സമയമേ ഉള്ളൂ. ഒന്നിനും കൃത്യനിഷ്ഠയില്ല, സത്യസന്ധതയില്ല. മടുത്തു. നഷ്ടം വന്നാലും വേണ്ടില്ല, ഈ സ്ഥാപനം പൂട്ടിയിട്ടാലും വേണ്ടില്ല, നിർത്താനാണ് ഞാൻ ആലോചിക്കുന്നത്. പിതാവ് ഒന്നും പ്രതികരിക്കാതെ രണ്ടാമത്തെ മകൻ്റെ മുഖത്തേക്ക് നോക്കി. രണ്ടാമത്തെ മകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി, എൻ്റെ സ്ഥാപനത്തിലെ ജോലിക്കാരോട് ഞാൻ അടുത്ത് ഇടപെട്ടു. അവരുടെ വ്യക്തിഗതമായ ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. അവർക്ക് ചെറിയ സഹായങ്ങളും പിന്തുണയും നൽകി. അതവരിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. സ്ഥാപനത്തോടുള്ള അവരുടെ കൂറ് കൂടി. അവർ കൂടുതൽ സമയം ജോലി ചെയ്തു. ഓരോരുത്തരും ഈ സ്ഥാപനത്തെ അവരുടെ സ്വന്തം സ്ഥാപനമായി കണ്ടു. ഒന്നാമത്തെ മകൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പിതാവ് പറഞ്ഞു, നമ്മുടെ സ്ഥാപനത്തെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സ്വന്തം സ്ഥാപനമാണെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിനായി സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാർ അവിടുത്തെ ജോലിക്കാരുടെ സ്വന്തം ആളായി മാറണം. അവരുടെ സുഖദുഃഖങ്ങളിൽ നേരിട്ട് പങ്കാളിയാകണം. അതിന് കഴിഞ്ഞാൽ മകനെ, നിനക്ക് നിൻ്റെ ബിസിനസ്സിനെ ഇനിയും വിജയത്തിൻ്റെ വഴികളിലേക്ക് എത്തിക്കുവാൻ കഴിയും. പിതാവിൻ്റെ ഈ വാക്കുകൾ പ്രാവർത്തികമാക്കും എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് മൂത്ത മകൻ അവിടെ നിന്നും പോയത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് പറയേണ്ടതില്ലല്ലോ. ഏതൊരു പ്രവൃത്തിയും സന്തോഷകരമായി ചെയ്യാനും ചെയ്യിക്കാനും അവസരം ലഭിച്ചാൽ അതിൻ്റെ ഫലം വളരെ മികച്ചതായിരിക്കും. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളേക്കാൾ മികച്ച ഫലം തരും. ഇനി നമുക്ക് 5ാമത്തെ ലെസണായ സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്ക് എന്ന പാഠത്തിലേക്ക് പോകാം. ഒരിക്കൽ 2 വിറക് വെട്ടുകാർ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ വളരെ തർക്കത്തിലായിരുന്നു. ഏറ്റവും കൂടുതൽ വിറക് ഒരു ദിവസം വെട്ടുന്നത് ആര് എന്നതായിരുന്നു അവരുടെ തർക്ക വിഷയം. ഒരു ദിവസം രാവിലെ 2 പേരും ഒരേ സമയം ജോലി തുടങ്ങി. എന്നിട്ട് ആരാണ് കൂടുതൽ വിറക് വെട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞായിരുന്നു അവർ ഒരേ സമയം രാവിലെ ജോലി ആരംഭിച്ചത്. തുടക്കത്തിൽ 2 പേരും ഒരേ വേഗതയിലാണ് മരം വെട്ടിയത്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിലൊരാൾ മരം മുറിപ്പ് നിർത്തി. രണ്ടാമത്തെയാൾ അപ്പോഴും മരം മുറിപ്പ് നിർത്തിയില്ല. എന്ന് മാത്രമല്ല, ഇതാണ് എൻ്റെ അവസരം എന്ന് കരുതിക്കൊണ്ട് അയാൾ കൂടുതൽ നന്നായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. രണ്ടാമത്തെ ആൾ വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞ് മരം മുറിക്കാനെത്തി. 2 പേരും തുടർന്നും ജോലി ചെയ്തു. വീണ്ടും നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മരം വെട്ടുകാരൻ ജോലി നിർത്തി. 15 മിനിറ്റിന് ശേഷം മാത്രമാണ് അയാൾ വീണ്ടും വന്നത്. അപ്പോഴോ ഒന്നാമത്തെ ആൾ കഠിനമായ ജോലി തുടരുന്നു. നിശ്ചിത ഇടവേള കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ വീണ്ടും എത്തി. ജോലിയിൽ മുഴുകി. വൈകുന്നേരം വെട്ടിയ വിറകിൻ്റെ അളവ് പരിശോധിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മരം വെട്ടൽ നിർത്തിയ ആളാണ് കൂടുതൽ വിറക് മുറിച്ചിട്ടത് എന്ന് മനസ്സിലായി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഓരോ ഇടവേളയിലും വിറക് വെട്ടുന്നത് നിർത്തിവെച്ച ശേഷം ആ വിറക് വെട്ടുകാരൻ തൻ്റെ കോടാലി മൂർച്ച വരുത്തുന്ന ജോലിയിൽ ഏർപ്പെടുകയായിരുന്നു.
ഇടയ്ക്കിടയ്ക്ക് മൂർച്ച വരുത്തിയ കോടാലി ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് കൂടുതൽ മരം മുറിക്കാൻ കഴിഞ്ഞു. ഈ പ്രവർത്തനത്തെയാണ് സ്മാർട്ട് വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ട പ്രവർത്തികൾ പൂർത്തിയാക്കുന്നതിനെ സ്മാർട്ട് വർക്ക് എന്ന് പറയാം. ഇത് ഹാർഡ് വർക്കിനും മേലെയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്മാർട്ട് ആകാൻ വേണ്ട പ്രധാന മുന്നൊരുക്കങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ലക്ഷ്യം മുൻകൂട്ടി തയ്യാറാക്കണം. അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ ലക്ഷ്യങ്ങളിലേക്ക് മാത്രമേ സ്മാർട്ട് വർക്കിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് സഞ്ചരിച്ച് നമുക്കവിടെ എത്താൻ സാധിക്കൂ. ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കുന്ന പായ് കപ്പലിനെ പോലെയാകും ലക്ഷ്യം മുൻകൂട്ടി നിർണ്ണയിക്കാതെ നമ്മൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ. അതിനാൽ വിജയതീരത്തണയാൻ ആദ്യം വേണ്ടത് ലക്ഷ്യം നിർണ്ണയിക്കുക എന്നത് തന്നെയാണ്. സെക്കൻഡ് പോയിൻ്റ്, മാറ്റിവയ്ക്കലിനെ മാറ്റിവയ്ക്കുക. എന്താണ് മാറ്റിവയ്ക്കലിനെ മാറ്റിവയ്ക്കുക? ഓരോ ദിവസവും നമ്മൾ ഉണർന്നെഴുന്നേറ്റാൽ വിചാരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കണം, അല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ എഴുതിയും വയ്ക്കും ഇത്രയും കാര്യങ്ങൾ ഇന്ന് ചെയ്യണമെന്ന്. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ ഇതിൽ പലതും നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ ഇതിനെ അടുത്ത ദിവസത്തേക്ക് നമ്മൾ മാറ്റിവയ്ക്കും. അവിടെ തുടങ്ങുകയാണ് നമ്മുടെ പരാജയം. അവിടെ നിന്നാണ് പരാജയത്തിൻ്റെ ആദ്യപടി ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതിനെ മാറ്റിക്കളയുക. അതൊരിക്കലും ചെയ്യരുത്. അങ്ങനെ അതിനെ മാറ്റുക. മാറ്റിയിട്ട് അന്ന് ചെയ്യാൻ എന്തൊക്കെ നിശ്ചയിച്ചിരുന്നോ അതത്രയും ചെയ്ത് തീർത്തിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഇന്ന് രാവിലെ ഉറക്കമുണർന്നു തൊട്ട് വൈകുന്നേരം വരെ ഒരു 5 ജോലികൾ പ്രധാനപ്പെട്ട ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിച്ചു. ആ 5ഉം ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം. നാളത്തേക്കായി മാറ്റിവെക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് മാറ്റിവെക്കലിനെ മാറ്റിവെക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ നാളത്തേക്ക് മാറ്റിവെക്കാമെന്ന്, അതിനെ മാറ്റിക്കളയുക. നമ്മളങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് അതെല്ലാം ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സ്കൂളിൽ പോയി സ്കൂളിൽ വിട്ട് വന്നാലുടനെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഹോംവർക്ക് ഉള്ളത് അതെല്ലാം നമ്മൾ തീർക്കണം, അല്ലേ? സ്കൂളിലെ ഹോംവർക്ക് ആദ്യം ചെയ്യണം. പിന്നീട് നന്നായിട്ട് അന്ന് പഠിപ്പിച്ച നോട്ടെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതി തീർക്കണം. ബാക്കി എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ ടെസ്റ്റ് പേപ്പറിന് വല്ലതും പറഞ്ഞിട്ടുണ്ട് ആ ടെസ്റ്റ് പേപ്പറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ഇന്ന് എന്തെല്ലാം പഠിപ്പിച്ചു അതെല്ലാം പഠിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? ആഹാരം കഴിച്ച് ഉറങ്ങാനായിട്ട് പോകാവൂ. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനി ഇത്രയും മതി, നാളെ കുറച്ച് പഠിക്കാം, അങ്ങനെയല്ല. ഇന്ന് എന്തെല്ലാം ചെയ്ത് തീർക്കാൻ നമ്മൾ തീരുമാനിച്ചു അതെല്ലാം ചെയ്ത് തീർത്തിരിക്കണം. മാറ്റിവെക്കരുത്. മാറ്റിവെക്കലിനെ മാറ്റിക്കളയുക. അതാണ് ഇവിടെ പറയുന്നത്, മാറ്റിവെക്കലിനെ മാറ്റിവെക്കുക എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിനെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഉണ്ട്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. അടുത്ത 3ാമത്തെ പോയിൻ്റ്, നിങ്ങൾ അതുല്യനാണ്. ഓരോ മനുഷ്യനും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് നിരവധി കാര്യങ്ങൾ ചെയ്യാനുള്ള അനന്തമായ കഴിവോടും ഊർജ്ജത്തോടും കൂടിയാണ്. ഓരോരുത്തരുടെയും അതുല്യമായ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിച്ചെടുത്താൽ വിജയത്തിൻ്റെ കിരീടം ഓരോരുത്തർക്കും അണിയുവാൻ സാധിക്കും. അവരവരുടെ കഴിവുകളെക്കുറിച്ചുള്ള ചിന്തകളും ആ കഴിവുകളെ ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ് സ്മാർട്ട് വർക്ക്. അതാണ് സ്മാർട്ട് വർക്കാകുന്നത്. നമുക്കെന്തെല്ലാം കഴിവുകളുണ്ട്, അതിനെ എങ്ങനെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാം, ആത്മവിശ്വാസത്തോടെ ചെയ്യാം, അതാണ് സ്മാർട്ട് വർക്ക്. നല്ല പശ്ചാത്തലം ഒരുക്കൽ. നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല ഫലത്തിലേക്ക് എത്തണമെങ്കിൽ അവയ്ക്ക് അനുയോജ്യമായ പശ്ചാത്തലം വേണം. ഒരു കുട്ടി പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ നന്നായി ക്രമീകരിച്ച പഠനമുറി നല്ല പശ്ചാത്തലമായി നമുക്ക് പരിഗണിക്കാം. എന്നാലോ അലങ്കോലമായി കിടക്കുന്ന മുറിയിലിരുന്ന്, ശബ്ദം വരുന്ന മുറിയിലിരുന്ന് എങ്ങനെയാണ് സമാധാനത്തോടെ പഠിക്കുവാൻ സാധിക്കുന്നത്? അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള പശ്ചാത്തലം നമ്മൾ ഒരുക്കണം. അത് സ്മാർട്ട് വർക്കിലേക്കുള്ള ഒരു വഴിയാണ്. എല്ലാവരും സ്മാർട്ടായി പ്രവർത്തിക്കട്ടെ. ഏത് പ്രവൃത്തിയും എങ്ങനെ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിയാത്മകമായി ചെയ്യുന്ന പ്രവൃത്തികൾ കാലത്തെയും കഴിവിനെയും വെല്ലുവിളിക്കുന്നതായിരിക്കും. അടുത്ത ലെസൺ, മനസ്സേ ശാന്തമാകൂ.
നമ്മൾ ഒരു കാഴ്ച കാണുന്നു. അതെപ്പോഴാണ്? കണ്ണിനോടൊപ്പം മനസ്സും കൂടി ചേരുമ്പോഴാണ്. കണ്ണിനോട് മനസ്സ് ചേർന്നില്ലെങ്കിൽ കാഴ്ചകൾ അവ്യക്തമാകും. എന്തും ഫോക്കസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കേൾക്കുകയാണെങ്കിലും മനസ്സ് ആ കേൾവിക്കൊപ്പം ചേരണം. അതുപോലെ സ്പർശനം അനുഭവപ്പെടുന്നു, മനസ്സ് അതിനോടൊപ്പം ചേരണം. ഗന്ധമറിയുന്നു, അവിടെയും എന്തു ചേരണം? മനസ്സും അതിനോടൊപ്പം ചേരണം. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമം ആകണമെങ്കിൽ മനസ്സ് ഇവയോടെല്ലാം ചേരണം. അതായത് മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടത്തുന്നതിന് പിന്നിൽ മനസ്സിന് വലിയൊരു പങ്കുണ്ട്. അങ്ങനെയെങ്കിൽ പഠന കാര്യത്തിൽ മനസ്സിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതായത് മനസ്സമാധാനത്തോടെ സ്വസ്ഥതയോടെ പഠനം നടക്കണമെങ്കിൽ നമ്മൾ മനസ്സിനെ ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ പഠിച്ച കാര്യങ്ങൾ നന്നായി മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയും. പിന്നീട് ആവശ്യമുള്ള സമയത്ത് പഠിച്ച കാര്യങ്ങൾ നമുക്ക് പുറത്തെടുക്കുവാനും ഇത് സഹായിക്കും. മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രമേ പഠനം കാര്യക്ഷമമാകൂ. അതിനുവേണ്ടി നമ്മൾ തന്നെ മനം ഒരുക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യപടിയാണ് മനസ്സിന് ശാന്തമായി ഇരിക്കാനുള്ള അവസരം നൽകൽ. മനസ്സ് ശാന്തമായി ഇരുന്നാൽ പഠനം 100% കാര്യക്ഷമമായി മാറ്റാൻ കഴിയും. ഇനി ഏതൊക്കെ രീതിയിൽ മനസ്സിനെ ശാന്തമാക്കാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ശരിയായ വ്യായാമം. ശാരീരികമായ ആരോഗ്യത്തിലൂടെയാണ് മാനസികമായ ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനാദ്യം ശരിയായ വ്യായാമം ആവശ്യമാണ്. 2. ബ്രീതിങ് എക്സസൈസ്. പ്രാണായാമം പോലുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിനകത്തേക്ക് കടക്കുന്ന വായുവിൻ്റെ അളവ് ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുന്നതിനുള്ള അവസരം ഉണ്ട്. മൂന്നാമത്തെ പോയിൻ്റ് മ്യൂസിക് തെറാപ്പി. സംഗീതത്തിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സമാധാനവും സന്തോഷവും നമുക്ക് നിർമ്മിക്കുവാൻ കഴിയും. ടെൻഷനും ഡിപ്രഷനും അകറ്റാനും കഴിയും. നീലാംബരി, ആഭേരി, ശങ്കരാഭരണം മുതലായ രാഗങ്ങളിലെ ഗാനങ്ങളും ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതവും കേൾക്കുക വഴി മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും മനസ്സമാധാനത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കുവാനും സാധിക്കും. ഒഴിവു സമയങ്ങളിൽ നിങ്ങൾക്കിഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക, സിനിമ കാണുക, സ്പോർട്സിൽ പങ്കെടുക്കുക. ഇതെല്ലാം സന്തോഷത്തിന് കാരണമാകും. ഓരോ ദിവസത്തിലും കുറച്ചു സമയമെങ്കിലും വളർത്തുന്ന മൃഗങ്ങളുമായി അല്ലെങ്കിൽ വളർത്തു പക്ഷികളുമായി വീട്ടിലെ അലങ്കാര മത്സ്യങ്ങളുമായി സമയം ചിലവഴിക്കുന്നതും മനസ്സ് ശാന്തമായി മാറുന്നതിനുള്ള വഴിയാണ്. ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നതും അനാവശ്യ ചിന്തകളിലേക്ക് പോകുന്നതും മനസ്സിനെ കൂടുതൽ ചഞ്ചലപ്പെടുത്താനേ സഹായിക്കൂ. അതിനാൽ ഒഴിവു സമയങ്ങൾ അധികമായി ലഭിക്കുകയാണെങ്കിൽ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ പരമാവധി അതിനെ ഉപയോഗപ്പെടുത്തുക. അത് സന്തോഷത്തിന് കാരണമാകും. അമിതമായി മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന ആളുകൾക്ക് ആയുസ്സ് കുറയും. സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ മനം ഒരുക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതികളാണ് മുകളിൽ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? എല്ലാം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ്. ശാന്തമായ കടലിൽ കപ്പൽ യാത്ര സുഗമമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? എല്ലാം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ്. ശാന്തമായ കടലിൽ കപ്പൽ യാത്ര വളരെ സുഗമമായിരിക്കും. അതുപോലെ ശാന്തമായ മനസ്സിൽ മാത്രമേ ക്രിയാത്മകമായ ആശയങ്ങൾ രൂപപ്പെടൂ. ഓരോ മനസ്സും അതുകൊണ്ട് ശാന്തമായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ലെസൺ ഇങ്ങനെയും ഒരു ബുദ്ധി. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന തൻ്റെ മകൻ്റെ മുറിയിലേക്ക് അമ്മ രാത്രി 9:30 ആയപ്പോൾ കയറി ചെന്നു. അപ്പോൾ അമ്മ കണ്ട കാഴ്ച എന്താണ്? മകൻ വെള്ളപ്പുതപ്പ് പുതച്ച് കിടക്കുന്നു. എന്നാൽ ആ അടിയിലൂടെ പുതപ്പിൻ്റെ അകത്തുള്ള വെട്ടം പുറത്തേക്ക് കാണുന്നുണ്ട്. അമ്മ പതുക്കെ പുതപ്പ് പൊക്കി നോക്കി. അപ്പോൾ എന്താണ് കണ്ടത്? 2 മൊബൈൽ ഫോൺ വെച്ച് കളിക്കുന്നു. പെട്ടെന്ന് ദേഷ്യം വന്ന മകൻ എന്തു ചെയ്തു? ചാടി എഴുന്നേറ്റു. അവിടെ ഇരുന്ന ഷട്ടിൽ ബാറ്റ് കൊണ്ട് അമ്മയുടെ തലയ്ക്കടിച്ചു. തലയിൽ 3 സ്റ്റിച്ചും ആയിട്ടാണ് അമ്മ മകനുമൊത്ത് പിറ്റേന്ന് കൗൺസിലിങ്ങിനെത്തുന്നത്. നിറഞ്ഞ കണ്ണുകളോടെ ആ മകൻ തൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു,
എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. പറ്റിപ്പോയതാണ് സാർ, എനിക്കറിയില്ല. ആ സമയത്ത് അങ്ങനെ ചെയ്തു പോയതാണ്. എനിക്ക് മാറണം, എൻ്റെ ദേഷ്യം കുറയ്ക്കണം. എന്താണ് വഴി സാർ, പറഞ്ഞു തരൂ. വികാരങ്ങളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിനെ ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടും. വികാരങ്ങളെ വ്യക്തിപരവും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കുവാൻ കഴിയുക എന്നതാണ് വൈകാരിക ബുദ്ധി, അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഡാനിയേൽ ഗോൾമാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ആശയത്തെ നിരവധി പേർ അന്ന് എതിർത്തു. എങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. വൈകാരിക ബുദ്ധി കൂടിയിട്ടുള്ള ആളുകൾക്ക് ശരിയായ വിജയത്തിലേക്ക് എത്താൻ കഴിയും. വൈകാരിക ബുദ്ധിയുള്ളവരുടെ ഗുണങ്ങൾ താഴെ പറയുന്നവയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിൻ്റ്, സെൽഫ് അവെയർനെസ്. തൻ്റെ വികാരങ്ങളെക്കുറിച്ചും തൻ്റെ കഴിവുകളെക്കുറിച്ചും കഴിവുകേടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉള്ളവരായിരിക്കും ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവർ. അതായത് സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ സ്വ അവബോധം, തന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. താൻ ആര്, തൻ്റെ കഴിവുകളെന്ത്, തൻ്റെ കുറവുകളെന്ത്, ഇതെല്ലാം മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയുള്ളവരാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവരെന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡ് പോയിൻ്റ്, സോഷ്യൽ സ്കിൽസ്. നല്ല ബന്ധങ്ങൾ നിർമ്മിക്കാനും അവ നിലനിർത്താനുമുള്ള കഴിവ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് വളരെ കൂടുതലായിരിക്കും. ഒരാളുടെ വലിയ വിജയത്തിൻ്റെ അടിസ്ഥാന കാരണം നല്ല ബന്ധങ്ങളാണ്. സാമൂഹിക ബന്ധങ്ങൾ അവൻ്റെ ജീവിതത്തിന് നല്ല അടിത്തറ നൽകുന്നവയാണ്. തേർഡ് പോയിൻ്റ്, സെൽഫ് റെഗുലേഷൻ. മറ്റൊരാളെ നിയന്ത്രിക്കാൻ എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ്. എന്നാൽ സ്വയം നിയന്ത്രിക്കാൻ പലപ്പോഴും അവർ ശ്രമിക്കാറില്ല. അത് വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും വേണം. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാൾക്ക് അതിനു കഴിയും. സ്വയം നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരാളിന് വലിയ പ്രശ്നങ്ങളെ ഒഴിവാക്കാനും അതിജീവിക്കുവാനും കഴിയും. എമ്പതി. മറ്റൊരാളുടെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നമായി കാണുകയും അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ പിൻബലം നൽകുവാൻ കഴിയുകയും ചെയ്യുക എന്നത് എമ്പതിയുള്ള ഒരാളിൻ്റെ പ്രത്യേകതയാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാളിന് എമ്പതി കൂടുതലായിരിക്കാം. അടുത്ത പോയിൻ്റ്, മോട്ടിവേഷൻ. സ്വയം പ്രചോദിതമായ വ്യക്തിത്വം ആയിരിക്കും ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് ഉണ്ടാവുക. നിരന്തര പരിശീലനത്തിലൂടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആർക്കും നേടിയെടുക്കാം. അങ്ങനെ നിങ്ങൾക്കും എന്താകാം, താരമായി മാറാം. വിശേഷ ബുദ്ധിയാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിയാണ് മനുഷ്യന് ഉണ്ടാകേണ്ടത്. ഇതാണ് ഈ ലെസണിൽ നിന്ന് നമ്മൾ പഠിച്ചത്. എന്താണ്? വിശേഷ ബുദ്ധിയാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിയാണ് മനുഷ്യന് ഉണ്ടാകേണ്ടത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക.